കൊലപാതക വാർത്തകളുടെ വ്യത്യസ്തമായ മുഖങ്ങൾ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മലയാളികൾ ഉണരുന്നത്. കൊലപാതക വാർത്തകളൊന്നും ഇപ്പോൾ നമുക്ക് പുതുമയല്ലാതെ മാറിക്കഴിഞ്ഞു. പക്ഷേ ഈ കൊലപാതകം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഏവരെയും ആകർഷിക്കുന്നത്. ഓരോരുത്തരും വ്യത്യസ്തമായ ശൈലിയാണ് ഈ മേഖലയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത നൂതന മാർഗങ്ങളാണ് കൊലയാളികൾ കൃത്യനിർവഹണത്തിനായി ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു കൊലപാതകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇക്കുറി ഞങ്ങൾ നിങ്ങൾക്കായി പറയുന്നത്. റേഡിയോ ജോക്കിയായ രാജേഷിൻ്റെ കൊലപാതകം ഇന്നും കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഗൾഫിലുള്ള വ്യവസായ പ്രമുഖൻ്റെ ഭാര്യയുമായി രാജേഷിന് അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇയാളെ കൊട്ടേഷൻ സംഘം കൊലപ്പെടുത്തുന്നത്. ഗൾഫ് വ്യവസായിയുടെ നിർദ്ദേശപ്രകാരം രാജേഷിനെ ഗുണ്ടാ സംഘം കൊലപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിൽ ഇത്രയധികം ആസൂത്രണ മികവുള്ള ഒരു കൊലപാതകം അടുത്തിടെയൊന്നും നടന്നിട്ടില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വിലയിരുത്തുന്നത്. രാജേഷിൻ്റെ കൊലപാതകത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും അതിനെ തുടർന്നുണ്ടായ ദുരന്ത കാഴ്ചകളുമാണ് ഇന്ന് ഞങ്ങൾ സീക്രട്ട് ഫയലിലൂടെ നിങ്ങൾക്കായി പറയുന്നത്. ഞങ്ങൾ യാത്രയാവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന ഗ്രാമത്തിലേക്ക് ഒരു അന്വേഷണ യാത്ര. ഒരു ചെറിയ അനക്കം കേട്ടാൽ പോലും വല്ലാത്ത പേടി. ഒരു നിഴൽ കണ്ടാൽ പിന്നെ ഉറക്കമില്ല. ഹോ, വല്ലാത്തൊരവസ്ഥ. ഒന്നുറങ്ങിയിട്ട് തന്നെ എത്ര ദിവസമായി. എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഉറക്കം കണ്ണുകളിലേക്ക് വരുമ്പോഴേക്കും ആ സംഭവമാണ് കുട്ടന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. ഇരുട്ടിനെ ഇപ്പോൾ വല്ലാത്ത ഭയമാണ്. വെളിച്ചത്തു നിന്നും ഇപ്പോൾ മാറാറേയില്ല. ചുറ്റിലും ആരൊക്കെയോ ഊരിപ്പിടിച്ച കത്തിയുമായി നിൽക്കുന്നത് പോലെയുള്ള തോന്നലാണ് എപ്പോഴും. മാനസികമായി ആകെ തളർന്നു കഴിഞ്ഞു. ആ രാത്രി കുട്ടനെ അത്രയ്ക്ക് തളർത്തിക്കഴിഞ്ഞു. ചുടുചോരയുടെ രൂക്ഷഗന്ധം അനുഭവിച്ചറിഞ്ഞ ഒരു കാളരാത്രിയായിരുന്നു അത്. ചോരയിൽ കുതിർന്ന ഒരു രാത്രി. അറ്റുപോയ കൈ തുന്നിച്ചേർത്തെങ്കിലും അക്രമികൾ വെട്ടിയെടുക്കാൻ ശ്രമിച്ച കൈ ഇപ്പോഴും മരവിച്ചു തന്നെ. ഒരു ദുരന്തത്തിന്റെ ബാക്കി പത്രമായി കുട്ടൻ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായി. ചോരയുടെ മണം പൂണ്ട ആ രാത്രി അയാളുടെ മനസ്സിലേക്ക് ഒരു സ്വപ്നം പോലെ കടന്നു വന്നു. വണ്ടി ഇങ്ങനെ കൊണ്ട് നിർത്തിയപ്പോൾ രാജേഷ് മാരുതി സ്വിഫ്റ്റ് ഇങ്ങനെ പറഞ്ഞ് വണ്ടി അങ്ങ് പോയി. വീണ്ടും തിരിച്ച് അവിടെ കൊണ്ട് നിർത്തി. വീണ്ടും ഇനി പള്ളിക്ക് ഭാഗത്തോട്ട് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഈ വണ്ടി സ്പീഡിനുണ്ട് അവിടെ നിർത്തി. അപ്പോഴൊന്നും നമുക്കിങ്ങനെ ഒരു മൈൻഡേ ഇല്ല ഇങ്ങനെ ഒരു ഇതാണെന്നുള്ളത്. സത്യത്തിൽ ഞാൻ എന്താണ് വിചാരിച്ചതെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാനും വന്നതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും തിരക്കി വന്നതായിരിക്കാം. എന്തായാലും റോഡിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറയാം. അവൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ നേരെ റോഡിലോട്ട് ഇറങ്ങി ചെല്ലുന്നു. വണ്ടി കണ്ടുകൊണ്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് ഫസ്റ്റിലെ എന്നെ വെട്ടുന്നത്. വണ്ടിയിൽ നിന്ന് ബാക്ക് ഡോർ തുറന്ന് ഒരാൾ ഇറങ്ങി വെട്ടി. ബാക്കി പിന്നെ വണ്ടി ഇറങ്ങിയെന്നുള്ളത് തോന്നുന്നു. ഞാൻ പിന്നെ ഓടിയങ്ങ്. ഒരു ചുമന്ന സ്വിഫ്റ്റ് കാർ രാജേഷിന്റെ കടയുടെ മുന്നിൽ പാഞ്ഞു വന്ന് നിന്നത് മാത്രം ഓർമ്മയുണ്ട്. രാജേഷിനെ ലക്ഷ്യമാക്കിയുള്ള വരവായിരുന്നു. പക്ഷേ ആദ്യം കൊലയാളികളുടെ കയ്യിൽ കിട്ടിയത് കുട്ടനെയായിരുന്നു. ഒരൊറ്റ വെട്ടായിരുന്നു. കൈ രണ്ടായി പിളർന്നു മാറി. തന്റെ തലയ്ക്ക് നേരെ വീണ്ടും വാള് വീശി. വാൾ തലയിൽ തറയ്ക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയോ കുതറി മാറി ഓടി. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടമായിരുന്നു അത്. തിരിഞ്ഞു നോക്കാൻ പറ്റാതെ എങ്ങനെയാ ഞാൻ ഭയങ്കര ഇതിൽ ഓടി പേടിച്ച് ഓടുകയല്ലേ. അതിൻ്റെ അങ്ങ് ദൂരെ ചെന്നിട്ട് ഞാൻ അങ്ങ് എത്തുമ്പോഴത്തേക്ക് പിന്നെ ശരിക്കും ഈ രാജേഷിൻ്റെ നിലവിളിയാണ് ഞാൻ കേൾക്കുന്നത്. രാജേഷിൻ്റെ നിലവിളി കേൾക്കുന്നു. ഞാനും നിലവിളിക്കുന്നു, രാജേഷും നിലവിളിക്കുന്നു. ഞാൻ റോഡ് വഴി നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. അപ്പോൾ എൻ്റെ പുറകെ എന്നെ ഫോളോ ചെയ്യുന്നുള്ള പേടിയുണ്ട്. ഞാൻ ഭയങ്കര പേടിച്ചാണ് ഓടുന്നു. രാത്രി 1 മണി കഴിഞ്ഞു കാണും. ആ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ ഓരോ വീടും ലക്ഷ്യമാക്കി ഒരു രൂപം ഓടുന്നത് ആരും കണ്ടില്ല. രക്ഷിക്കണേ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അടർന്നു വീഴാറായ കൈയും താങ്ങിപ്പിടിച്ചുകൊണ്ട് അയാൾ കണ്ണിൽ കണ്ട വീടുകളിലൊക്കെ തട്ടി വിളിച്ചു. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ആ ഭീകര രൂപത്തെ കണ്ട് പലരും ഭയന്ന് നിലവിളിച്ചു. പലരും വാതിൽ കൊട്ടിയടച്ചു. കുട്ടന് രക്തം എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയി. ഒരുപാട് പോയെന്ന് പറഞ്ഞാൽ അവർ പറയുന്നു പറഞ്ഞാൽ അവന് ഒരു വെട്ടേ ഉള്ളൂ. ഇവിടെ ഒരു കുത്തുണ്ട്, വെട്ട് ഉണ്ട്, കയ്യിൻ്റെ ഇങ്ങനെ വെട്ടുണ്ട്, ഇങ്ങനെ പറയുന്നു. രക്തം കൈപ്പടയിലൊക്കെ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ഇവിടെ അപ്പുറത്തുണ്ടായിരുന്നു കാണും. ഈ കൈപ്പടയിൽ രക്തമുണ്ടായിരുന്നു. ഇല്ല, 2 ബെല്ല് അടിച്ചോളൂ. 2 ബെല്ല് അടിക്കുമ്പോഴത്തേക്ക് തന്നെ അവൻ്റെ പാർട്ടിക്കാർ ഗ്രൂപ്പുകാർ വന്നു. അവനെ വിളിച്ചോണ്ട് പോവുകയാണ് ചെയ്ത് അവിടെ നിന്ന്. നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനെ കാണുന്നില്ല.
ആ രൂപം വീണ്ടും മുന്നോട്ടോടി. ശരീരത്തിലെ ചോര മുഴുവനും വാർന്ന് കുട്ടൻ അപ്പോഴേക്കും അബോധാവസ്ഥയിൽ ആയിക്കഴിഞ്ഞിരുന്നു. എങ്കിലും അയാൾ ആവുന്നത്ര വേഗത്തിൽ മുന്നോട്ടോടിക്കൊണ്ടേയിരുന്നു. തന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള അവസാനവട്ട ശ്രമത്തിലായിരുന്നു കുട്ടനെന്ന 50കാരൻ. മരവിച്ചു കഴിഞ്ഞ കൈയും താങ്ങി പിടിച്ചുകൊണ്ട് അയാൾ എവിടെയൊക്കെയോ പാഞ്ഞു നടന്നു. ഒരു 2 മണിയാവും. അപ്പോഴത്തേക്കാണ് ഇതുവഴി ഓടിക്കൊണ്ടുവന്ന് ഇവിടെ കഥ കെട്ടിയിട്ട് ഒരു തട്ട് കെട്ടി. അപ്പോൾ ഈ ഫാനിൻ്റെ സൗണ്ട് കാരണം നമുക്ക് കേൾക്കത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടതാണ് ഞാൻ ചാടി എഴുന്നിട്ടപ്പോഴത്തേക്ക് ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ കഥ തുറന്നു. അപ്പോൾ ഇവിടെ മൊത്തം പുള്ളിട്ട്. അപ്പം ഞാൻ അങ്ങ് പേടിച്ചു പോയി. അപ്പം പുള്ളി തിരിച്ച് ഇങ്ങോട്ട് കയറി വന്നു. അപ്പം ബ്ലഡ് കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വലിച്ച്. അപ്പം കൂടെ ഒരാളെ വെട്ടി, പുള്ളിയും വെട്ടാൻ കൂടെ ആളുണ്ട്. രക്ഷിക്കണേ ഇല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്നായിട്ട് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എന്തായാലും ഈ ഒരു ചെറുപ്പക്കാരനായിട്ട് ഞാൻ പെട്ടെന്ന് ഇനി വെളിയിൽ ഇറങ്ങി. രാജേഷിന്റെ മരണവിളി കുട്ടൻ പലതവണ കേട്ടു. കൊലയാളികളുടെ വാളുകൾ മനുഷ്യ ശരീരത്തിലേക്ക് ആഞ്ഞു പതിക്കുന്നതിന്റെ പരിവരുപ്പും അയാൾ വ്യക്തമായി കേട്ടു. ചോരക്കലി പൂണ്ട രാക്ഷസപ്പട രാജേഷ് എന്ന കലാകാരന്റെ അവസാന ശ്വാസവും വിട്ടുപോകും വരെ അങ്കക്കലി തുടർന്നുകൊണ്ടേയിരുന്നു. കൈ വെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടത്തെ കൈയും വലത്തെ കൈയും വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാലിൻ്റെ മുട്ട് പോലെ താഴോട്ടൊക്കെ ശരിക്കും വെട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവാനാണ് ചാൻസ്. അല്ലാതെ പിന്നെ കാര്യം ആ സമയത്തൊന്നും ഇല്ല. ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ ആരോ പിടിച്ച് മടിയിൽ വെച്ചുകൊണ്ടിരുന്നപ്പോഴേ പറഞ്ഞു ഞാൻ പോകത്തേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുട്ടേണ്ണോ അനിയോ ആണെന്ന് തോന്നുന്നു. ഒന്നുമില്ല മോനെ, നിനക്ക് ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ അവർ ആശ്വസിപ്പിക്കുന്നുണ്ട് അവനെ. രാജേഷിന്റെ കൊലപാതകം ഒരു ഞെട്ടലായിരുന്നു മടവൂർ ഗ്രാമവാസികൾക്ക്. ഒരിക്കലും അവർ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. നാട്ടിലെ കണ്ണിലുണ്ണിയായ രാജേഷിന് ആരാണ് ശത്രുക്കളുള്ളത്? പക്ഷേ രാജേഷിനെ കൊല്ലാൻ നടക്കുന്ന ശത്രുക്കളുള്ളത് ആ നാട്ടിലെ ആർക്കും അറിയില്ലായിരുന്നു. ഇവരായിരുന്നു രാജേഷ് എന്ന റേഡിയോ ജോക്കിയെ വെട്ടിത്തുന്നമാക്കിയ കൊലയാളികൾ. സത്താർ എന്ന വ്യവസായ പ്രമുഖൻ കൊട്ടേഷൻ കൊടുത്ത കൊലയാളി കൂട്ടം. കേരളത്തിലുള്ള ഒരാളെ കൊലപ്പെടുത്താൻ ഗൾഫിൽ നിന്നുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നത് ഇത് ആദ്യത്തെ സംഭവമായിരുന്നു. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയാണ് കൊലയാളികൾ കൃത്യം നടപ്പിലാക്കിയതും രാജ്യം വിട്ടതും. പക്ഷേ നമ്മുടെ പോലീസിൻ്റെ അന്വേഷണ മികവുകൊണ്ട് കൊലയാളികളെ പൂർണ്ണമായി പിടികൂടുകയും ചെയ്തു. കൊട്ടേഷൻ സംഘം ഒത്തുകൂടി ഇന്ന് രാത്രിയോടെ ആ കള്ളക്കാമുകന്റെ കഥ കഴിക്കണം. സത്താറിക്കയുടെ ജീവിതം നശിപ്പിച്ചവനാ അവൻ. ഗുണ്ടാ സംഘത്തിലെ അലിഭായിക്കായിരുന്നു ആവേശം കൂടുതൽ. അയാൾ തന്നെയായിരുന്നു അപ്പുണ്ണിയെയും മുഹമ്മദിനെയും മറ്റുള്ളവരെയും ഒക്കെ സംഘടിപ്പിച്ചത്. ഗൾഫിലുള്ള സത്താറിന്റെ ഭാര്യയുമായുള്ള രാജേഷിന്റെ വഴിവിട്ട ബന്ധമാണ് ഇങ്ങനെ ഒരു അരിംകൊലയ്ക്ക് ഗുണ്ടാ സംഘത്തെ പ്രേരിപ്പിച്ചത്. സത്താർ ചെല്ലും ചെലവും കൊടുത്ത് കൊലയാളികളെ പരിപോഷിപ്പിച്ചു. രാജേഷിനെ വകവരുത്തുവാനുള്ള ആ ദിവസത്തിനായി കൊലയാളികൾ കാത്തിരുന്നു. സംഭവം നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ടാണ് ബൈക്കിൽ 2 പേര് വന്ന് തിരക്കി സ്റ്റുഡിയോ തിരക്കിയത്. നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന തിരക്കിയത്. അപ്പോഴത്തേക്കും ഞാൻ അങ്ങ് ഏറ്റവും കിടന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഈ സ്റ്റുഡിയോ തിരക്കിയപ്പോഴത്തേക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവൻ ഈ അടുത്ത സമയത്താണ് സ്റ്റുഡിയോ തുടങ്ങിയത്. അപ്പോൾ ഇത് സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സംഭവമല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു. അപ്പുറത്തേ ഉള്ളെന്ന് പറഞ്ഞു. ഇന്ന് അപ്പുറത്തുള്ള സ്റ്റുഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. അമ്മ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ഇവിടെ വരികയും ചെയ്തു. അകത്ത് കയറിപ്പോയില്ല, അവർ നോക്കി പോയതേ ഉള്ളൂ. ഇല്ല അങ്ങനെ തോന്നുന്നില്ല.
ഇവരെ സ്കെച്ച് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. ആയിരിക്കും അവർ ചിലപ്പോൾ റൂം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. തലയ്ക്ക് മുകളിൽ ഒരു കൊലക്കയർ ഒരുങ്ങുന്ന കാര്യം രാജേഷ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അയാൾ നാട്ടിൽ മിമിക്രിയും പാട്ടുമൊക്കെയായി വേദികളിൽ നിന്നും വേദികളിലേക്ക് പാഞ്ഞു നടന്നു. മിടുക്കനായ കലാകാരന് പിന്നീട് തിരക്കിന്റെ നാളുകളായിരുന്നു. ആണ് ഞാൻ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വേറെ ലാംഗ്വേജസിൽ പാടിയത് ചോദിക്കാം. അറബി, ഉറുദു ഭാഷയിൽ പാടിയിട്ടുണ്ട്. ഇവിടെയാണോ? ഈ ക്യാമറ ആൾ വന്നില്ലേ? തുടങ്ങിയാടേ തുടങ്ങാൻ പോകുന്നു. കൊലയാളി സംഘം രാജേഷിനെ വട്ടമിട്ട് കഴിഞ്ഞിരുന്നു. രാജേഷിന് ഒരിക്കലും ഊരിപ്പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ചക്രവ്യൂഹത്തിൽ അയാൾ പെട്ടുകഴിഞ്ഞിരുന്നു. കൊലയാളി സംഘത്തിന് അയാളിലേക്കുള്ള ദൂരം കുറയ്ക്കുവാനുള്ള സമയം മാത്രമായിരുന്നു പിന്നീട്. മകന്റെ അവസാന രാത്രിയാണ് ഇനി വരാനിരിക്കുന്നതെന്ന് ഇവരാരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ആ കലാകാരന്റെ അവസാന രാത്രിയായിരുന്നു അന്ന്. ഞാനാണ് അവനെ വളർത്തിയത്. എൻ്റെ ചേച്ചി പ്രസവിച്ചെങ്കിലും അവന് 1.5 വയസ്സായപ്പം ചേച്ചി അടുത്ത മോളെ പ്രസവിച്ച്. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരു മോനേ ഉള്ളൂ, എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ കയറി പോയതാണ്. റോഡിൽ പോയാണ് 1.5 മണിക്ക് പോയെന്നാണ് കൊച്ചു പറഞ്ഞത്. അപ്പോഴും ഞങ്ങൾ കണ്ടില്ല അവൻ പോയത്. വൈകുന്നേരത്ത് പോയപ്പോഴേ കണ്ടോളൂ. അപ്പോൾ പറഞ്ഞ് 2.5 മണിക്കൂറുള്ള ഒരു ടെലിഫിലിം ചെയ്യാനായിട്ട് ആളിങ്ങനെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2.5 മണിക്കൂർ എന്തേലും മക്കളെ ടെലിഫിലിം എന്തുണ്ടെങ്കിലും ഞങ്ങൾ കുഞ്ഞമ്മയും മോനും ആണെങ്കിലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലെയാണ്. അവൻ എല്ലാം എൻ്റെ കൂടെ പറയും, ഞാനും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയും സിനിമയായിരിക്കും. 2.5 മണിക്കൂറുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു മക്കളെന്തേലും പറഞ്ഞടാ. എന്നെ കൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞ് അത് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല, എനിക്ക് നാളെ പോകാനും പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇവർക്ക് കഴിക്കാനുള്ള എന്തൊക്കെയാകുമ്പോൾ മേടിച്ചുകൊണ്ട് രാത്രി ഇല്ല ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവ കൊച്ചിക്ക് മോൻ അവിടെ ഇരുന്ന് അവനെയും വിളിച്ചും കൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് സാധനം കൊണ്ടുവന്ന് ഇവിടെ വച്ചിട്ട് ഞാൻ പോകണടേ എല്ലാവരും പോയെടുത്ത് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇവ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ കാണുന്നില്ല. ഈ പറഞ്ഞുള്ള അറിവാണ് ഞാൻ പറയുന്ന 1.5 മണിക്ക് വന്നിട്ട് പോയെന്ന്. ഗൾഫിലുള്ള വ്യവസായിയുടെ ഭാര്യയുമായി മകന് ബന്ധമുണ്ടെന്ന് മാതാപിതാക്കൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യം. ഇപ്പോൾ അവൻ നാട്ടിൽ നല്ല പയ്യനായി കഴിഞ്ഞുകൂടുന്നു. പിന്നെ സംശയിക്കത്തക്ക വേറെ കാര്യങ്ങളൊന്നും ഇല്ലതാനും. രാധാകൃഷ്ണക്കുറുപ്പിന്റെയും വസന്തകുമാരിയുടെയും ആദികൾ വിട്ടൊഴിഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴേക്കും കൊലയാളികൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞിരുന്നു. ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ രാത്രി ഒരു 2 മണിയൊക്കെ ആവും. 2 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. ഞാൻ അപ്പുറത്തൊരു അമ്പലത്തേക്ക് കയറുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറ്റൂരെന്ന് പറയുന്ന സ്ഥലത്ത്, കുറ്റൂര് വാമനപുരം. അപ്പോഴേ വെളുപ്പാങ്കാലത്ത് തന്നെ ഇങ്ങനെ വിളിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മേലാൽ എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഈ പെണ്ണ് വിളിച്ച് ഇവൻ കൊടുത്തായിരിക്കും അന്നേരം. ഈ സംഭവം നടക്കുന്ന അന്ന് എന്തോ പറഞ്ഞു വിളിച്ച് പിന്നെ ഞാൻ എവിടെ നിൽക്കുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എന്നെ മേലാൽ വിളിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ അത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇത് പറയാനായിരുന്നിട്ടുണ്ടായിരിക്കണം വിളിച്ചതെന്ന് ഞാൻ പിന്നെ ഊഹിക്കുന്നു. അത് നടന്നു കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ഞാൻ വരാം. ഞാൻ ഒരു 2 മണി ഏകദേശം ആവും. എന്നെ മേലെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ താക്കിയത് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ അത് എന്താണെന്ന് അറിഞ്ഞ് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനെപ്പറ്റി പറയാനായിരുന്നിട്ടുണ്ടായിരിക്കണം വിളിച്ചതെന്ന് പിന്നെ ഞാൻ ഊഹിക്കുന്നു. അത് അല്ലാതെ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഈ രാത്രി 2 മണിക്ക്. അർജുൻ കാത്തിരുന്നു. അച്ഛൻ ഇപ്പോൾ വരും, അച്ഛന്റെ കൂടെ കളിക്കണം. അവന്റെ കണ്ണുകൾ വിദൂരതയിലേക്ക് നീണ്ടു. അച്ഛൻ വരാതെ ഉറങ്ങില്ലെന്ന് വാശി പിടിച്ചു. പക്ഷെ പിന്നീട് ഒരിക്കലും അർജുനന്റെ അച്ഛൻ വന്നില്ല. രാജേഷിൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ അനാഥമാക്കിയത് കുറേ ജീവിതങ്ങളെയാണ്. ഇവരുടെ ദുരന്ത ജീവിതം കണ്ടാൽ ആരുടെയും കണ്ണു നനയും. ഈ കുടുംബാംഗങ്ങളെപ്പോലും ഓർക്കാതെയാണ് കൊലയാളികൾ രാജേഷിൻ്റെ ജീവിതം പെരുവഴിയിൽ അവസാനിപ്പിച്ചത്.
സത്താർ കൊട്ടേഷൻ നൽകിയ ഗുണ്ടാ സംഘങ്ങൾ രാജേഷിനെ കൊന്നു. സത്താറിന്റെ ഭാര്യയുമായി രാജേഷിനുള്ള അവിഹിത ബന്ധമാണ് കൊലയിലേക്ക് നയിച്ച പ്രധാന കാരണം. പോലീസിനോട് പ്രതികൾ ഏറ്റുപറഞ്ഞ കാരണം ഇതാണ്. അപ്പോൾ അതേ കുറ്റം ചെയ്ത വ്യവസായിയുടെ ഭാര്യയുടെ റോൾ എന്തായിരുന്നു? രാജേഷിന്റെ വീട്ടുകാരുടെ ചോദ്യം ഇതായിരുന്നു. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്നങ്ങ് വെട്ടിക്കൊല്ലുന്നതാണ്. ഇപ്പോൾ ഒരു ഭാര്യയെ ഒരു ഭർത്താവിന് സംശയം ഉണ്ടെങ്കിൽ മുമ്പേ അവിടെ അല്ലേ കൊല്ലേണ്ടിയത്? വല്ലയിടവും കിടക്കുന്ന ആമ്പിള്ളേരാണോ വന്ന് കൊല്ലേണ്ടിയത് അവൻ? അല്ലെങ്കിൽ അവന് അച്ഛനുണ്ട്, അവന് അളിയന്മാരുണ്ട്, അമ്മാച്ചന്മാരുണ്ട്, ആരെല്ലാം ഉണ്ട്. അവരോട് ഒന്ന് പറഞ്ഞുകൂടെ, നിങ്ങളെ മോൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ശരിയല്ല, അവൻ ഇതുപോലെ അവന് കൊല്ലുമെന്ന എന്തെങ്കിലും പറഞ്ഞുകൂടെ? അപ്പോഴും നമ്മൾ അതിനെപ്പറ്റി എന്തെങ്കിലും തിരക്കൂലേ? നിങ്ങളൊക്കെ മനുഷ്യരല്ലേ? ഓടി വന്ന് അവൻ്റെ ഭാര്യ അവിടെ കസേരപ്പുറത്ത് ഇരുത്തിയിട്ട് വന്ന് നാട്ടിലുള്ള ആമ്പിള്ളേരെ ഇനി അവൾ ആരുടെയെങ്കിലും പോയാലും അവൻ കൂടെ കിടന്ന് കൊല്ലും അവന്. ഇത്ര ദാരുണമാം വിധത്തിൽ ഒരാളെ വെട്ടിനുറുക്കാൻ സത്താർ തിരഞ്ഞെടുത്തത് ചോര കണ്ട അറപ്പും വെറുപ്പും തീർന്ന കൊലയാളികളെയായിരുന്നു. ഒരു വിധത്തിലും ആസൂത്രണം പാളിപ്പോകരുതെന്ന് ഉറപ്പിച്ചായിരുന്നു പദ്ധതികൾ നടപ്പിലാക്കിയത്. പക്ഷേ കൊലയാളികൾ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമാക്കിയത് ഈ സാധു കുടുംബത്തെയാണ്. ഏക ആൺതരി നഷ്ടപ്പെട്ട ഒരച്ഛനും അമ്മയും, അച്ഛ എന്ന് വിളിച്ചു കൊതി തീർന്നിട്ടില്ലാത്ത ഈ കുഞ്ഞും, പിന്നെ രാജേഷിന്റെ 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ ചുമക്കുന്ന ഈ പാവം ഭാര്യ, ഇവരെയൊക്കെ അവർ പെരുവഴിയിലാക്കി. ഭയമൊന്നുമില്ലായിരുന്നു. അവൻ ഇതുപോലെ അവൻ കൂട്ടുകാരെയാണ് വിളിക്കണമെന്ന് പറയുമായിരുന്നു, അല്ലാതെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നെ ആരും വിളിച്ചിട്ടുമില്ല, എനിക്ക് അങ്ങനെ ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടുമില്ല. അതൊന്നും അറിഞ്ഞുകൂടാ എനിക്ക്. അവൻ ഇവിടെ ഇല്ലല്ലോ, അവർ കടയിൽ പോവും. ഇല്ലാതെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടെ. ഇപ്പം എൻ്റെ പൊന്നു മോനെ എൻ്റെ കൂടെ ഒന്നും ചോദിക്കില്ല, കണ്ടില്ലേ എന്നെ. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന രാജേഷ് വെറും 6 അടി മണ്ണ് സ്വന്തമാക്കി യാത്രയായി. പക്ഷേ തന്റെ അസാന്നിധ്യം ഈ കുടുംബത്തിലുണ്ടാകാൻ പോകുന്ന ആ വലിയ നഷ്ടങ്ങളെക്കുറിച്ച് ഇനി അയാൾ ഓർക്കണ്ട. ഇനി രാജേഷ് ഇല്ലാത്ത ഒരു പുതിയ ജീവിതം ഇവർക്ക് തുടങ്ങണം. ഒരു പ്രതീക്ഷയും സ്വപ്നങ്ങളുമില്ലാത്ത ഒരു മരവിച്ച ജീവിതം. ഇനി അച്ഛന് ജോലി കൂടുമല്ലേ, ഇനി മക്കളെ നോക്കണം, കൊച്ചുമക്കളെ നോക്കണം. ജീവിതമല്ലേ, ഓട്ട് പോണോടം വരെ. കുട്ടൻ ഉറങ്ങാനായി കിടന്നു. തന്റെ ആത്മാർത്ഥ സുഹൃത്ത് കൺമുന്നിൽ അവസാനിക്കുന്നത് കണ്ട ഏക ദൃക്സാക്ഷി. പക്ഷേ ഇനി അത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ ഓർമ്മകളെ എത്രയും വേഗം കുഴിച്ചു മൂടണം. എല്ലാം മറന്നുകൊണ്ട് അയാൾ കണ്ണുകളടച്ചു. കൊലപാതകങ്ങൾ പ്രധാനമായും 2 വിധത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത വിധത്തിലും മറ്റൊന്ന് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിലും. പക്ഷേ ഈ 2 രീതിയിൽ സംഭവിച്ചാലും അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതിൻ്റെ പരിണതഫലം പിന്നീട് അനുഭവിക്കുന്നത് കൊലപാതകത്തിൽ പങ്കെടുത്തവരുടെയോ അല്ലെങ്കിൽ അതിന് ഇരയായ ആളുകളുടെയോ ബന്ധുജനങ്ങളായിരിക്കും. കിളിമാനൂരിൽ നടന്ന ഈ കൊലപാതകത്തിലും അതാണ് സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നത്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. പറഞ്ഞു തീർക്കാവുന്ന ചെറിയ വിഷയങ്ങളാണ് പലപ്പോഴും ഇത്തരം കൊലകളിൽ ചെന്ന് അവസാനിക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ കൊലപാതകങ്ങൾക്കും ഇരകൾക്കും മാത്രമല്ല, അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവിതങ്ങളെ കൂടി നശിപ്പിക്കുന്നുവെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഒരു പുനർവിചിന്തനം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.